ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ഒരു പ്രഭാതം ആശംസിക്കുക കേട്ടോ നേഹ. ഞാൻ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നും രാവിലെ ലിനിയോട് ഞാൻ പറയും, കുഞ്ഞുങ്ങളെ വിളിക്കൂ, നേരം വെളുത്തു. നേഹയുടെ മുഖം മാറിയതുണ്ടോ കേട്ടോ? അല്ല പറയുന്ന കേൾക്കൂ. അപ്പം ഞാൻ വിചാരിക്കും, 2 തരത്തിലുള്ള ക്ലബ്ബുകളാണുള്ളത്. അതിലൊന്ന് റോബിൻ ശർമ്മ എഴുതിയതെന്ന് പറഞ്ഞാൽ 5 AM ക്ലബ്. എന്തിനാണ് 5 മണിക്ക് എഴുന്നേക്കുന്നത്? ഒന്ന് 4 AM, നമുക്ക് 3:30 ആണ്. പക്ഷേ ഇത് ചില ദിവസമൊക്കെ അങ്ങനെ മാറി വരും, കാരണം നല്ല മഴയൊക്കെ വരും. എന്നാലും നമ്മൾ 4 മണിയാകുമ്പോഴത്തേക്ക് ചാടി എഴുന്നേറ്റോണം. നമ്മൾ ഇന്ന് പറയുന്നത് 5 AM ക്ലബിനെ പറ്റിയാണ്. ആരുടെയാണ് ഈ ക്ലബ്ബ് രൂപീകരിച്ച? റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പറയുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ഈ 5 AM ക്ലബ്ബിൽ എഴുന്നേൽക്കുന്നതുള്ള അഡ്വാൻസ്മെൻ്റ് എന്താണ് മനസ്സിലായോ? അപ്പം ഇങ്ങോട്ട് വെച്ചു, ഇതിനകത്ത് വെച്ചു, പുലർച്ചെ എഴുന്നേൽക്കുന്നത് നല്ലൊരു ഉന്മേഷം കിട്ടും. എന്തോ നല്ല ഒരു ഉന്മേഷം കിട്ടും. നീയാക്കൂട്ടൻ ആ ഉന്മേഷം കിട്ടുന്നില്ല എന്നതുകൊണ്ടാണ് എഴുന്നേക്കണം. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മനസ്സ് നല്ല ശാന്തമായിരിക്കുന്ന സമയമായി അതെന്ന് പറഞ്ഞാൽ ഈ രാവിലെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യേണ്ടതായ സമയം ഏതാണ്? ഈ സമയത്താണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട്, എൻ്റെ നീയാക്കൂട്ടൻ രാവിലെ എഴുന്നേറ്റിട്ട് 25 മിനിറ്റ് ബാത്റൂമിൽ ഇരിക്കും. പോയില്ലേ പ്രധാനപ്പെട്ട സമയം പോയോ? ഇപ്പൊ തൊട്ട് അങ്ങനെ ഒന്നല്ല. ആ സമയത്ത് പരമാവധി ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന രീതിയിലോട്ട് ആക്കുന്നതാണ് ഇതിലും നല്ലത്. അപ്പോൾ അയാൾ അതിന് പറയുന്ന ഒരു നിയമമുണ്ട്, 20/20/20 നിയമം. എന്തോ ആദ്യം അയാൾ പറയുന്നത്, പക്ഷേ എൻ്റെ കൺസെപ്റ്റിൽ ഞാൻ ആദ്യം പറയുന്നത് മെഡിറ്റേഷനാണ്. ആദ്യം 20 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന. 20 മിനിറ്റ് നിങ്ങൾക്ക് വേണമെന്നില്ല, നിങ്ങൾക്കൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റിനകത്ത് തീർക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3:30 എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നമ്മൾ എഴുന്നേക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്രോസസ്സൊക്കെ ചെയ്യാൻ അത്രയും സമയം എടുക്കും. അപ്പം ഇദ്ദേഹം പറയുന്ന ആദ്യത്തെ 20 മിനിറ്റ് വ്യായാമം ചെയ്യണമെന്നാണ്. പിന്നെ 20 മിനിറ്റ് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥിക്കണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് വായിക്കണം. പഠിച്ചോ? അതാണ് 20-20-20 എന്ന് പറയുന്നത്. മനസ്സിലായി? 20:20:20 എന്ന് പറഞ്ഞാൽ അതെന്താണ് സംഭവം? 20 മിനിറ്റ് വ്യായാമം, 20 മിനിറ്റ് പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം, എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് എനർജി കിട്ടുന്ന സംഭവം ചെയ്യുന്നു. 20 മിനിറ്റ് നിങ്ങൾ പുസ്തകം വായിക്കുന്നു. 20 മിനിറ്റ് നിങ്ങൾ പുസ്തകം വായിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ എത്ര മിനിറ്റ് വായിക്കും എന്ന് ആലോചിച്ചോണം. അപ്പോൾ ഒരു ദിവസം 20 മിനിറ്റിൽ നിങ്ങൾക്ക് 10 പേജ് വായിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 20 മിനിറ്റ് 10 പേജ് വായിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് 300 പേജ് വായിക്കാം. 300 പേജ് ആകുമ്പോൾ ഒരുവിധമുള്ള 2 പുസ്തകം തീർക്കാം. അപ്പോൾ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 24 പുസ്തകം തീർക്കാം. 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് 240 പുസ്തകം തീർക്കാം. ഈ 240 പുസ്തകം വായിക്കുന്നവൻ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കും. മനസ്സിലാവുന്നു? അതാണ് കൊച്ചുങ്ങളോട് പറയുന്നത്, കുട്ടിക്കാലത്ത് പുസ്തകം വായിക്കൂ. മനസ്സിലാവുന്നോ? ആ ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. 20-20 റൂൾ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. വിജയികളായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അപ്പം ചോദിക്കും, ഇതൊക്കെ ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? പുള്ളി പറയുന്നത്, നിങ്ങൾ പേടിക്കേ വേണ്ട നേഹാനിയ, നിങ്ങൾ പേടിക്കേ വേണ്ട, ഇതെല്ലാം വിജയികളോടാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ വിജയികൾക്ക് മാത്രമാണ് ഇത് ബാധകമാവും. മനസ്സിലാവുന്നു മോനെ? സമയം നിങ്ങൾക്ക് കാത്തിരിക്കത്തില്ല എന്ന് നിങ്ങൾ ആദ്യം പറയണം. ടൈം മാനേജ്മെൻറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങളുടെ ഗോൾസ് എല്ലാം സ്മാർട്ട് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, ടൈം ബൗണ്ടബിൾ ആയിരിക്കണം, ആക്സസബിൾ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ സ്മാർട്ട് എന്നുള്ള കൺസെപ്റ്റിലായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്നത്, ആ സമയത്തെ ക്രമീകരിക്കുന്നത്, ആ സമയം എങ്ങനെയായിരിക്കണം, അത് കൺസിസ്റ്റൻസി ഉണ്ടോ, അതിനൊരു പെർസിസ്റ്റൻസ് ഉണ്ടോ, നിങ്ങൾ ഡിറ്റർമിനേഷനിലൂടെയാണോ ഇത് ചെയ്യുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ ടൈം ഒരു ഇമ്പോർട്ടൻ്റ് കേസാണ്. അപ്പം 5 AM ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ റോബിൻ ശർമ്മ പറയുന്ന ജയ് ഗുഡ് മോർണിംഗ് റോബിൻ ശർമ്മ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഞാൻ എന്ത് പറഞ്ഞു, രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം നല്ല മനസ്സ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അയാളുടെ പുസ്തകത്തിൽ 1ാമത്തെ ചാപ്റ്ററിൽ പറയുന്നതാണ്. 2ാമത് അയാൾ പറഞ്ഞു 20-20-20 വേണമെന്ന് പറഞ്ഞു. 20 മിനിറ്റ് പ്രാർത്ഥന വേണം, 20 മിനിറ്റ് വായന വേണം, 20 മിനിറ്റ് വ്യായാമം വേണം. നിങ്ങളതിനെ ക്രമീകരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തുവരെ നിങ്ങളോട് പറഞ്ഞേ? 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞേ? മെമ്മറി ഇല്ല. എന്തോ പിന്നെ എന്നെ കൂട്ട പറഞ്ഞേ? ഇത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് പറഞ്ഞത്,
സമയം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. എത്രയെന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ്. ഇന്നലെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ ഞാൻ യഥാർത്ഥത്തിൽ എന്തോത്തിനെ പറ്റി പറഞ്ഞു, ടൂറിസത്തെ പറ്റി. എന്തൊരു ടൂറിസത്തെ പറ്റിയാ പറഞ്ഞേ? നിങ്ങൾ കാണുന്ന ടൂറിസം അല്ല രാജ്യത്തിന് കൊടുക്കേണ്ടത്, അനുഭവ ടൂറിസം കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനകത്ത് കുറെ പോയിന്റ്സ് ഞാൻ പറഞ്ഞിരുന്നു. അതെല്ലാം നിങ്ങൾ ചുമ്മാ മെമ്മറിയിലൊന്നും ഓർത്ത് വെക്കുക. മനസ്സിലാവുന്നു? ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റിനോട് ഒന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ടൈം മാനേജ്മെന്റ് എന്തിനാണ്? നിങ്ങൾക്ക് വായിക്കുവാനും നിങ്ങളുടെ അപ്പം പരമാവധി നിങ്ങൾ ആദ്യത്തെ ഈ മനസ്സ് ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്. പപ്പ എന്തായാലും തന്നെ നിങ്ങളെ വഴക്ക് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സമയം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ചുരുണ്ടുകൂടി കൈ രണ്ട് കാലിനടയ്ക്കും വെച്ച് നല്ല സുഖത്തോടെ അട്ടയെ പോലെ ചുരുണ്ടുകൂടി കിടക്കേണ്ട സമയത്ത് നിങ്ങൾ ആ ഉറക്കം കളഞ്ഞ് ചുമ്മാതെ ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തോ, ഇവർ എഴുന്നേക്കാതിരുന്നായിരുന്നെങ്കിൽ ആ അട്ടയെ പോലെ കിടന്ന് ഉറങ്ങിയേനേലോ, ജീവിതത്തിൽ ഒരു അട്ടയെങ്കിലും ആവത്തില്ലായിരുന്നോ? ആ ഒരു സാഹചര്യം കളയാൻ ഇടയിൽ ഞാൻ പറയുക, അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പക്ഷേ എഴുന്നേറ്റിട്ട് പക്ഷേ സമയത്തെ വിനിയോഗിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടം ഉണ്ടാവും. ഞാൻ പറഞ്ഞ നേക്കുട്ടന് മനസ്സിലായോ മോനെ? അപ്പോൾ അതിനകത്ത് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സമയത്തെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നു, ഈ ചെറിയ ചെറിയ ശീലങ്ങൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന ഈ പുസ്തകം വായിക്കുന്ന ശീലം, എഴുന്നേൽക്കുന്ന ശീലം, അതോടൊപ്പം വ്യായാമം ചെയ്യുന്ന ശീലം കണ്ടോ. അയാൾ രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞപ്പോഴത്തെ 5 മണിക്ക് എഴുന്നേറ്റു മൈൻഡ് ഫ്രഷായി, നിങ്ങൾ പ്രാർത്ഥിച്ചു, പുസ്തകം വായിച്ചു, നിങ്ങൾ ടൈം മാനേജ്മെന്റ് ചെയ്തു. അത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങളുടെ ശീലമാവും. ശരിയാണോ? ശീലമാവുമോ? അപ്പോൾ ആ ശീലമാകുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറണമെന്ന് അദ്ദേഹം പറയുന്നു. മനസ്സിലാവുന്നോ? നിങ്ങൾ ദിവസവും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളായി മാറുന്നു. നിങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷനായി മാറുന്നു. പെരുമാറ്റം എന്ന് പറയുന്ന സാധനം ചിലർ പറയും ബിഹേവും ക്യാരക്ടറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പല വീഡിയോകളിലും ഇങ്ങനെ പറയാറുണ്ട്. ബിഹേവ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് അങ്ങ് സുന്ദരനാവുന്നു, നല്ല രീതിയിൽ മുടിയൊക്കെ മാറ്റുന്നു, നിങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ഡെയിലി അയാളെ കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ നിങ്ങളെ ഏറ്റവും അവസാനം അതുപോലെ ആയി മാറും. ഒരു 21 days to 90 days എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷനാണ്. നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തോളം ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ കോശങ്ങൾ വരെ മാറും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും മോശമായ വഴിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഐഡിയ കിട്ടുന്നുണ്ടോ? അതിനെ പിന്നെ ക്യാരക്ടർ ഫോർമേഷനോ അല്ലെ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്തോ അല്ലെ 1 minute മാനേജർ, ഇങ്ങനെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ പറയുമോ ഈ റോബിൻ ശർമ്മ ഒരു വൃത്തികെട്ട കാര്യം കൊച്ചുങ്ങളെ പറ്റി പറഞ്ഞു. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വൃത്തികെട്ടവൻ അവൻ എന്തോ പറഞ്ഞെന്നറിയാം, മൊബൈൽ യൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. കൊള്ളാം, അവൻ വൃത്തികെട്ടവനല്ലേ? കറക്റ്റ് ആണോ? മൊബൈൽ യൂസ് ചെയ്യണ്ട. അപ്പം രാവിലെ എഴുന്നേറ്റ് ഒരു കാരണവശാലും രാവിലെ എഴുന്നേറ്റ് ഇത്രയും വൃത്തിയോട് പറഞ്ഞ ഒരു വൃത്തികെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറയാം രാവിലെ എഴുന്നേറ്റ് മൊബൈൽ കാണരുതെന്ന്. കൊച്ചിനെ കൊല്ലുന്നതിനും ഇല്ലല്ലോ. എന്റെ പപ്പയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ട് പപ്പ വൃത്തിയോട്ടാ അയ്യേ. അപ്പൊ ഈ റോബിൻ ശർമ്മ പറയാം രാവിലെ എഴുന്നേറ്റ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ നോക്കരുതെന്ന്. മനസ്സിലാവുന്നു? ആദ്യം നിങ്ങളുടെ ലക്ഷ്യത്തിനും പഠനത്തിനും വേണ്ടി സമയം വെക്കണം. ഈ സോഷ്യൽ മീഡിയയിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പുറത്തും അങ്ങോട്ട് വരും, പൊട്ടിച്ചങ്ങ് ഇടുക. 1 minute കൊണ്ട് അത് നോക്കുമ്പോഴത്തേ അടുത്ത ആകാംക്ഷ. ഫേസ്ബുക്ക് ഭയങ്കര സാധനങ്ങളാണ്. അവന്മാരെന്ത് ചെയ്യുന്നു, ഈ സെർച്ചിൻ്റെ ഈ ഒപ്റ്റിമൈസേഷനൊക്കെ കറക്റ്റായിട്ട് ആക്കി വെച്ചേക്കുമല്ലോ സാറേ. എന്തുകൊണ്ട്? അപ്പം നിങ്ങൾ ഫേസ്ബുക്കിനകത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത രീതിയിൽ ഫേസ്ബുക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്ത് നിങ്ങൾ ഇന്നലെ കണ്ടതും മെനഞ്ഞാന്ന് കണ്ടതും എല്ലാം നല്ല ഓർഡറിൽ അങ്ങോട്ട് തരും. നേക്കൂട്ടിന് കാര്യം മനസ്സിലായോ? അപ്പം പിന്നെ നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ തുടർച്ച. മനസ്സിലാവുന്നു? അദ്ദേഹം പറയുന്നത് ഒരു ദിവസം നേരത്തെ എഴുന്നേൽക്കുന്ന പ്രാധാന്യമല്ല, ദിവസേന നടക്കുന്നതാണ് ശീലം. നിങ്ങൾക്ക് എന്തോ ഉണ്ടാവണം? കൺസിസ്റ്റൻസി. നിങ്ങളുടെ ശീലം കറക്റ്റാണ്. ഇത് നിങ്ങളുടെ ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും നടക്കത്തില്ല. രാവിലെ ഞാനും അമ്മയും കൂടെ വന്ന് എന്നും വിളിക്കണ്ട, അങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ചാടി എഴുന്നേറ്റ് ഇഞ്ഞ് വരുക, എന്നിട്ട് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങും ആ രീതിയിലേക്ക്. എന്നിട്ട് അതിനകത്ത് അയാൾ ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്തുവാണെന്നറിയാമോ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അയാൾ പറയുന്ന ഒരു സന്ദേശമാണ്, നിങ്ങളുടെ ഓർമ്മയും ബുദ്ധിശക്തിയും കൂടുന്നു. എന്താ പറഞ്ഞേ? വൃത്തികേടല്ലേ അയാൾ പറയുന്നേ? ഓർമ്മയും ശ്രദ്ധ, ഓർമ്മ, ബുദ്ധിശക്തി ഇത് വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കുമെന്ന് ഇയാൾ പറഞ്ഞങ്ങ് വെക്കുക. ഈ 7 പോയിന്റാണ് എന്ത് ചെയ്യുന്നത് റോബിൻ ശർമ്മ ഞങ്ങളുടെ 5 AM ക്ലബ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പം മനസ്സിലായോ? നിങ്ങളുടെ പ്രഭാതത്തെ നിങ്ങൾ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ നിയന്ത്രിക്കും. നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നിയന്ത്രിക്കും. നിങ്ങളോട് പഠിച്ചോ? എന്തോ പറഞ്ഞേ? കേട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രഭാതത്തെ നിങ്ങൾ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ എന്തോന്ന് അല്ല, നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ നിയന്ത്രിക്കും. നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നിയന്ത്രിക്കും. അതോടെ ഞങ്ങൾ 5 ഇനി എന്തെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടോ അളിയാ?
ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. ഓസിന് ചുമ്മാതിരുന്നുകൊണ്ട് 10-40 ആ പുസ്തകം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ്സ് മോർ ദാൻ 120 പേജസോ അതോ 80 പേജസ്, എനിക്കറിയത്തില്ല. ബിറ്റ്വീൻ ദാറ്റ് വലിയൊരു ബുക്കല്ല, ഒരു സ്മോൾ ബുക്കാണ്. പക്ഷേ അതിനകത്തൂടെ അദ്ദേഹം ഇത്രയും 7 കാര്യങ്ങൾ പറഞ്ഞു. ഈ 7 കാര്യങ്ങൾ കൃത്യമായി പറയാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ തരുന്നു 500 രൂപ. പറ പറയും. ഒന്നെന്ന് പറഞ്ഞാൽ പടപടാ അങ്ങ് പറഞ്ഞു നോക്കിക്കോളൂ. 5 AM എഴുന്നേൽക്കുക, പിന്നെ 20 ടൈം മാനേജ്മെന്റ് ഒന്നല്ല. ഒന്നാമത്തെ പോയിന്റ് ആദ്യം പറയുന്നവർക്ക് 100 രൂപ. യെസ്, വെരി ഗുഡ്. 5 പുസ്തകത്തിന്റെ പേരങ്ങ് ആദ്യം പറയണം. 5 AM ക്ലബ്. 5 മണിക്ക് എഴുന്നേക്കും. അടുത്ത രണ്ടാമത്തെ 20-20-20. ഓക്കെ, അത് പറഞ്ഞു. ടൈം മാനേജ്മെന്റ് 3. പറഞ്ഞോണം ടൈം മാനേജ്മെന്റ്. പിന്നെ പറ ശീലം ഉണ്ടാവും നിങ്ങൾ. അടുത്തെന്തോ പിന്നെ മൊബൈൽ അങ്ങ് മാറ്റണം. അടുത്തെന്താണ്? അതന്നെ മൊബൈൽ. മെമ്മറി കൂടും. വെരി ഗുഡ്. മെമ്മറിയും കൂടും, ശ്രദ്ധയും കൂടും. അടുത്ത കൂടെ പറഞ്ഞല്ലേ. പിന്നെ എല്ലാ ദിവസവും നമ്മുടെ പ്രഭാതം വൃത്തിയാക്കുമ്പോ പിന്നെ നമ്മുടെ 7 പോയിന്റും കഴിഞ്ഞു. ഒരു പുസ്തകം പഠിച്ചു. ഇതിനാ നമ്മൾ പറഞ്ഞാവും 500 രൂപ. 7 പിന്നെ 40 പേര് ഈ നാട്ടിലുള്ള ഇത്രയും പേരോട് ചേർന്ന് പറയുന്നതാണോ? അല്ല, ഞങ്ങൾ 250 എല്ലാവർക്കും 500 രൂപ. ഇനി എന്തെങ്കിലും സംശയം ഈ റോബിൻ ശർമ്മയുടെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി ചോദിക്കാം. അത് നമുക്ക് മറുപടി കിട്ടുന്നതാണ്. വലിയ ഒരു മാറ്റത്തിന് വഴിതെളിക്കുന്ന പുസ്തകമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷേ ഈ പുസ്തകം നല്ലോണം ഓടി. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും നല്ല വലിയ രീതിയിൽ എന്തോ റിച്ചർഡ് പൂവറുടെ അതിനകത്ത് മോൻ എന്തോ പഠിച്ചേ. ചുമ്മാ ഈ പുസ്തകം അതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഒന്നുമില്ല. റിച്ചർഡ് പൂവർ ഡാഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണത്തെ പറ്റിയുള്ള കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനെ പറ്റി അതിനകത്ത് പറയുന്നത്. നിങ്ങൾ എങ്ങനെ പണത്തെ വിനിയോഗിക്കണം. ഒരാളുടെ ഒരു പണം കിട്ടി, അയാൾ ആ പണം എന്തോ ചെയ്തു, അയ്യോ രാവിലെ കൊച്ചുങ്ങൾക്ക് മുട്ട, ട്യൂഷനെ, ഇതിനെന്ന് പറഞ്ഞുകൊണ്ട് പൈസ ചിലവഴിക്കുന്നു. അവർ അതിനു വേണ്ടി പൈസ സൂക്ഷിച്ചു വെക്കുന്നു. എന്നാൽ റിച്ച് ഡാഡ് എന്ത് ചെയ്യുന്നു? അയാൾക്ക് കിട്ടിയ പൈസകൾ എന്ത് ചെയ്യുന്നു? അയാൾ ഇരട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നു, റിസ്ക് എടുക്കുന്നു. പണം റിസ്കിനൊപ്പം നിൽക്കുന്നു. മറ്റവൻ്റെ പൈസ അവിടെ ഇരുന്നുകൊണ്ട് ചെതലരിക്കുന്നു പോകുന്നതിന് തൊട്ട് അവൻ്റെ കയ്യിൽ ചിലവുകൾ കൂടി അവൻ ചത്തും പോകുന്നു. അപ്പോൾ അതാണ് റിച്ച് ഡാഡ് പൂവർ ഡാഡിനെ നല്ല രീതിയിൽ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇത്രയേ ഉള്ളൂ. അതൊന്നും പറഞ്ഞു തന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മനസ്സിലായോ? ഇന്നത്തെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ട് പച്ച ഇത് നല്ല അടിപൊളി എന്തോ നിൽക്കുന്നത് റംബൂട്ടാൻ നിൽക്കുന്നത്, ഇതാരെങ്കിലും പറിച്ചുകൊണ്ട് പോയാൽ ഞങ്ങളാന്ന് ഒരിക്കലും പറയരുത് പാപ്പ. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാം? സംശയമുണ്ടോ ഈ പുസ്തകത്തെ പറ്റി? കട്ട് ചെയ്യുക.